വെൽക്കം ടു ഈസി മാത്സ്. അപ്പൊ നമ്മൾ ഒരു മാത്സിന്റെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പോഴത്തെ കുട്ടികൾ പലരും ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സിന്റെ ഒരു ബേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഒന്നും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു 10 ദിവസം കൊണ്ട് മാത്സിന്റെ ബേസ്, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, നമ്പേഴ്സ്, അങ്ങനെ ബേസ് ആയിട്ട് മാത്സിൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കൊരു 10 ദിവസം കൊണ്ട് പഠിക്കാം. അപ്പൊ നമുക്ക് മാത്സിന്റെ ബേസ് പഠിച്ചു തുടങ്ങാം. അതായത് ഞാൻ ഇതിന്റെ ഇംഗ്ലീഷും മലയാളം വീഡിയോസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി PSC പഠിക്കുന്ന കുട്ടികളോ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ 2 വീഡിയോസും യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് സംഖ്യകളെ പറ്റിയിട്ടാണ്. അപ്പൊ സംഖ്യകൾ മാത്സ് എപ്പോഴും ആദ്യം ബേസ്ഡ് പഠിച്ചു തുടങ്ങിയാൽ വളരെ സിമ്പിളും ബ്യൂട്ടിഫുള്ളും ആയിരിക്കും കേട്ടോ. അപ്പൊ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്, എണ്ണൽ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ ഈ എണ്ണൽ സംഖ്യകളെ തന്നെ വേറൊരു പേരിലും വിളിക്കാറുണ്ട്. PSC കാരൊക്കെ ശ്രദ്ധിക്കുക, നിസർഗ സംഖ്യകൾ. PSCക്ക് കൂടുതൽ ഇഷ്ടം നിസർഗ സംഖ്യ എന്നുള്ള വാക്കാണ് കേട്ടോ. നിസർഗ സംഖ്യകൾ എന്ന് പറയും. അപ്പൊ നിസർഗ സംഖ്യകൾ എന്ന് പറയുന്നപ്പോ ഏത് വരും? 1, 2, 3, 4, 5 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ. റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് N ആണ്. കാരണം നാച്ചുറൽ നമ്പേഴ്സ് ആണ് കേട്ടോ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് അഖണ്ഡ സംഖ്യകളാണ്. അഖണ്ഡ സംഖ്യകൾ, അഖണ്ഡ സംഖ്യകൾ, ഹോൾ നമ്പേഴ്സ് കേട്ടോ, ഹോൾ നമ്പേഴ്സ്. അപ്പൊ 0 കൂടി കൊടുത്താൽ മതി. 0, 1, 2, 3, 4, 5 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്നതാണ് അഖണ്ഡ സംഖ്യകൾ. ഓക്കെ, അപ്പൊ എണ്ണൽ സംഖ്യകൾ പഠിച്ചു, അഖണ്ഡ സംഖ്യകൾ പഠിച്ചു. അത് കഴിഞ്ഞ് ഇനി വരുന്ന നമ്പറാണ് എന്തെന്ന് പറയുന്നത് പൂർണ്ണസംഖ്യകൾ. പൂർണ്ണസംഖ്യകൾ അതാണ് നമ്മുടെ ഇന്റീജേഴ്സ് എന്ന് പറയുന്നത്, പൂർണ്ണസംഖ്യകൾ. അപ്പൊ ആരൊക്കെ വരും? 0, 1, 2, 3, 4 എക്സെട്ര. പിന്നെ നെഗറ്റീവ് നമ്പേഴ്സ് വരും. -1, -2, -3 എക്സെട്ര. ഓക്കെ, അപ്പം നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സും പൂജ്യവും നെഗറ്റീവ് ആയിട്ടുള്ള ഈ നമ്പേഴ്സ് കേട്ടോ. പോസിറ്റീവിടെ എല്ലാ നമ്പറും ഇല്ല കേട്ടോ. 1, 2, 3, 4, 5, 6 അങ്ങനെയുള്ള നമ്പേഴ്സും 0, പിന്നെ -1, -2, -3 എന്ന് പറഞ്ഞു പോകുന്ന നമ്പേഴ്സും എല്ലാം കൂടി ചേരുന്നതാണ് എന്ന് പറയുന്നത് പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ ഇന്റീജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണോ കുറവ് അതിനകത്ത് ചേർത്ത് പോകും. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭിന്നസംഖ്യകളാണ്. ഭിന്നസംഖ്യകൾ, ഭിന്നസംഖ്യകളെ നമ്മൾ ഭിന്നക സംഖ്യകൾ എന്ന് വിളിക്കാറുണ്ട്. ഭിന്നക സംഖ്യകൾ. ഓക്കെ, അപ്പൊ എന്താണ് ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഭിന്നക സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന Q ≠ 0 വരുന്ന സംഖ്യകളെയാണ് ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഭിന്നക സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ Pയും Q എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ Pയും Q എന്ന് പറയുന്നത് നമ്മൾ കുറച്ചു നേരം മുന്നേ പഠിച്ച പൂർണ്ണസംഖ്യകളാണ്. പൂർണ്ണസംഖ്യകൾ. ഓക്കെ, പൂർണ്ണസംഖ്യകളാണ്. അപ്പൊ എന്താണ് ഭിന്നസംഖ്യ നോക്കാം. P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന Pയും Qവും പൂർണ്ണസംഖ്യകളായിട്ട് വരുന്ന Q ഒരിക്കലും 0 ആവരുത് കേട്ടോ. അത് എപ്പോഴും ഓർക്കണം. ഒരിക്കലും നമ്മുടെ ഡിനോമിനേറ്റർ 0 വരത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ് ഭിന്നസംഖ്യകൾ. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാല് 2-1, 4-3. ഓക്കെ, ഇതൊക്കെ എക്സാമ്പിൾ ആണ്. പിന്നെ വേണേൽ നമുക്ക് -1/3 പറയാം. -1/3 നെഗറ്റീവും വരാം, കാരണം പൂർണ്ണസംഖ്യയാണ് വരേണ്ടത്. പിന്നെ വേണേൽ -5/7 വരാം. അപ്പം മുകളിൽ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. അതായത് 5 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യയാണോ? അതെ, 5നെ നമുക്ക് 5/1 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. 7 എന്ന് പറയുന്നത് ഒരു ഭിന്നസംഖ്യയാണോ? അതെ, 7നെ നമുക്ക് 7/1 എന്ന് എഴുതാം. എല്ലാ നമ്പറിനെയും താഴെ 1 കൊടുക്കുന്നതിന് കുഴപ്പമില്ല, കാരണം ഡിവൈഡ് ചെയ്യുമ്പോൾ ആ നമ്പർ തന്നെ ഉത്തരവായിട്ട് കിട്ടും. അപ്പൊ -11 എന്ന് പറയുന്നത് ഒരു ഭിന്നസംഖ്യയാണോ? അതെ, -11നെ -11/1 എന്ന് എഴുതാം. 0 ഒരു ഭിന്നസംഖ്യ തന്നെയാണ്, കാരണം 0നെ നമുക്ക് 0/1 എന്ന് എഴുതാം. നമുക്ക് ഡിനോമിനേറ്റർ, അതായത് താഴെ ഭാഗത്ത് എന്ത് വരരുതെന്നേ ഉള്ളൂ? 0 വരരുതെന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സംഖ്യയിലോട്ട് പോകാം. അഭിന്നക സംഖ്യകൾ. അഭിന്നക
സംഖ്യകൾ അല്ലെങ്കിൽ ഇർറാഷണൽ നമ്പേഴ്സ്. ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സ് ആണ്. അഭിന്നക സംഖ്യകൾ എന്ന് പറയുന്നത് ഇർറാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്താണ് P/Q ഫോമിൽ എഴുതാൻ പറ്റത്തില്ലാത്ത സംഖ്യകൾ കേട്ടോ. P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നത് ഭിന്നസംഖ്യ, P/Q ഫോമിൽ എഴുതാൻ പറ്റത്തില്ലാത്തത് അഭിന്നക സംഖ്യ. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ √2. √2നെ √2/1 എന്ന് എഴുതിയാലും √2 എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യ അല്ലാത്തത് കൊണ്ട് ഇത് ഭിന്നസംഖ്യ ആവത്തില്ല. വേറൊരു എക്സാമ്പിൾ √5, √3. പിന്നെ നമുക്ക് വേറെ എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ പൈ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? അഭിന്നക സംഖ്യകൾക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ, അഭിന്നക സംഖ്യകൾ. ഇനി നമുക്ക് എന്താണ് രേഖീയ സംഖ്യ എന്നുകൂടി നോക്കാം. രേഖീയ സംഖ്യകൾ. രേഖീയ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഭിന്നസംഖ്യകളും അഭിന്നക സംഖ്യകളും കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് രേഖീയ സംഖ്യ അല്ലെങ്കിൽ റിയൽ നമ്പർ കേട്ടോ. റിയൽ നമ്പർ എന്ന് പറയുന്ന റാഷണൽ നമ്പറും ഇർറാഷണൽ നമ്പറും കൂടി ചേരുന്നതാണ് കേട്ടോ. അതാണ് നമ്മുടെ രേഖീയ സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് നമ്പർ സിസ്റ്റം പഠിച്ചു വരുമായിരുന്നു. എന്തൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു? നമ്മൾ ആദ്യം എന്ത് നമ്പേഴ്സ് പറഞ്ഞു? എണ്ണൽ സംഖ്യ പറഞ്ഞു, പിന്നെ അഖണ്ഡസംഖ്യ പറഞ്ഞു, പൂർണ്ണസംഖ്യ പറഞ്ഞു, ഭിന്നസംഖ്യ അഭിന്നക സംഖ്യ പറഞ്ഞു, രേഖീയ സംഖ്യ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ PSC ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഈ സംഖ്യകളുടെ പേരൊക്കെ നന്നായിട്ട് നോക്കി വെക്കുക. മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് കിട്ടണം. ഓക്കെ, ഇനി നമുക്ക് ഒരു സംഖ്യയോട് ചുമ്മാ ഒന്ന് പറയാം. ഇത് +1 +2ലാണ് നമ്മൾ പഠിക്കുന്നത്, എന്നാലും നമ്പർ സിസ്റ്റം അവിടെ കൊണ്ടാണ് അവസാനിക്കുന്നത് എന്നുകൊണ്ട് ഞാൻ അതുകൂടെ ഒന്ന് പറയാം. ഇതാണ് സമ്മിശ്ര സംഖ്യകൾ. സമ്മിശ്ര സംഖ്യകൾ ഇംഗ്ലീഷിൽ കോംപ്ലക്സ് നമ്പർ എന്ന് പറയും. കോംപ്ലക്സ് നമ്പർ ഒന്നിൽ ഇത്രയും മാത്രം സിമ്പിൾ ആയിട്ടൊന്ന് ഓർത്തിരുന്നാൽ മതി. കുഞ്ഞു മക്കളുണ്ടെങ്കിൽ ഒഴിവാക്കിയേക്കുക, നിങ്ങൾ പഠിക്കണം എന്നില്ല. √-1 കേട്ടോ. √-1നെ നമുക്ക് I എന്ന് വിളിക്കാം. √-1 I ആണ്. അപ്പൊ ഈ I വെച്ചിട്ട് എഴുതുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് സമ്മിശ്ര സംഖ്യകൾ. എക്സാമ്പിൾ പറഞ്ഞാല് 2+3I, 5+4I, ഇങ്ങനൊക്കെ എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സമ്മിശ്ര സംഖ്യകൾ. ഇതൊരു ഹയർ സ്റ്റഡിയാണ്. പിന്നെ വേണേൽ നമുക്ക് A+IB രൂപത്തിൽ എഴുതുന്ന സംഖ്യകളാണ് എന്തെന്ന് പറയാം? സമ്മിശ്ര സംഖ്യകൾ എന്ന് പറയാം. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ബേസ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വലിയ ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അത്രയും ആണ് നമുക്ക് സംഖ്യകളെ പറ്റി പഠിക്കാനുള്ളത്. അപ്പൊ സമ്മിശ്ര സംഖ്യകളിൽ വന്ന് നമ്മുടെ സംഖ്യാ സിസ്റ്റം അവസാനിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സംഖ്യകളുടെ മുഖവിലയും സ്ഥാനവിലയുമാണ്. നമ്മൾ മാത്സിലെ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് വേർഡ്സിൽ നിന്നോ അങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ എന്താണ് മുഖവില എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരാളെ പറ്റി ജസ്റ്റ് ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാം അല്ലേ? അപ്പൊ അതുകൊണ്ട് രണ്ട് സംഖ്യ നോക്കുമ്പോൾ നമുക്ക് അപ്പ് കിട്ടുന്ന ആ വിലയാണ് എന്തെന്ന് പറയുന്നത് മുഖവില. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ 4, 7, 8 എന്നുള്ള നമ്പറിൽ 4ന്റെ മുഖവില എന്ത്? 4ന്റെ മുഖവില എന്ത് എന്നാണ് ചോദ്യമെങ്കിൽ ഒന്നുമില്ല. 4ന്റെ മുഖവില എപ്പോഴും 4 തന്നെ ആയിരിക്കും. അത് ഏത് നമ്പർ തന്നാലും അതില് ആ നമ്പറിന്റെ മുഖവില എന്ന് പറയുന്നത് അതേ സംഖ്യ തന്നെ ആയിരിക്കും. 8ന്റെ മുഖവില എന്ന് പറഞ്ഞാൽ 8 തന്നെ ആയിരിക്കും കേട്ടോ. 8ന്റെ മുഖവില എന്ന് പറഞ്ഞാൽ 8 തന്നെ. അപ്പൊ എന്താണ് മുഖവില എന്ന് പറഞ്ഞാൽ? ആ സംഖ്യ 4 4ന്റെ മുഖവില 4, 6 6ന്റെ മുഖവില 6, 7 ആണെങ്കിൽ 7ന്റെ മുഖവില എന്ന് പറയുന്നത് 7. അപ്പൊ അതാണ് മുഖവില എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും സ്ഥാനവില? ഒരു എക്സാമ്പിൾ എഴുതി പറഞ്ഞു നോക്കാം. 7, 8, 5, 4ൽ 8ന്റെ സ്ഥാനവില എന്ത്? അപ്പൊ സ്ഥാനം, അതിരിക്കുന്ന സ്ഥാനത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഇരിക്കുന്ന സ്ഥാനം വെച്ച് അപ്പൊ ഞാൻ എഴുതാനുള്ള എളുപ്പമാർഗം ആദ്യം പഠിപ്പിക്കാം. നമ്മളോട് 8ന്റെ സ്ഥാനവിലയാ ചോദിക്കുന്നതെങ്കിൽ ആദ്യം ഈ നമ്പറിനെ എഴുതുക. അത് കഴിഞ്ഞ് ഈ നമ്പർ കഴിഞ്ഞിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കുക. എത്ര നമ്പേഴ്സ് ഉണ്ട്? 2 എണ്ണം. അപ്പൊ അത്രയും പൂജ്യങ്ങൾ കൊടുത്താൽ മതി. അപ്പൊ ആദ്യം 8നെ എഴുതുക, അത് കഴിഞ്ഞിട്ട് 8 കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സിന്റെ അത്രയും പൂജ്യങ്ങൾ കൊടുക്കുക. അപ്പൊ 8ന്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ 800 ആണ് കേട്ടോ. 8ന്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ 800. ഇനി ഇതിൽ 5ന്റെ സ്ഥാനവിലയായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ 5ന്റെ മുഖവില എന്ത് തന്നെയാണ്? 5. 5ന്റെ സ്ഥാനവിലയാണെങ്കിൽ 5 അതുപോലെ എഴുതുക. 5 കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട് ഇവിടെ? 5 കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ടല്ലേ. അപ്പൊ 5 കഴിഞ്ഞിട്ട് ആ ഒരു നമ്പർ ഉള്ള ആ ഒരു പൂജ്യം അങ്ങ് കൊടുക്കുക.
അപ്പൊ 5ന്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ആണ്. 4ന്റെ സ്ഥാനവിലയോ? 4 കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 4ന്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ 8ന്റെ സ്ഥാനവില നമ്മളോട് ചോദിച്ചു. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതെങ്ങനെയാന്ന് വെച്ചാൽ വായിച്ചു നോക്കാം. ഒറ്റ, 10, 100, 1000 എന്നാണ് ഇതിന്റെ സ്ഥാനവിലകൾ. ഇങ്ങനെ വായിച്ചു വന്നു. ഒറ്റ, 10, 100, 1000 അങ്ങനെ അങ്ങ് പോകുന്നു. അപ്പൊ നമ്മള് ഇവിടെ നോക്കുമ്പം ഇത് എത്രാമത്തെ സ്ഥാനത്താണ് കിടക്കുന്നത്? 100ന്റെ സ്ഥാനത്ത്. ഒറ്റ, 10, 100. അപ്പൊ ഇത്രേ ഉള്ളൂ. 8 എഴുതിയിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് 800. അപ്പൊ 5ന്റെ സ്ഥാനവില എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാല് 5 എഴുതി. 5 എത്രാമത്തെ സ്ഥാനത്താണ് കിടക്കുന്നത്? ഒറ്റ, 10. അപ്പം 5 10ന്റെ സ്ഥാനത്ത് കിടക്കുന്നുണ്ട്. 5 × 10 സത്യത്തിൽ 50 കിട്ടിയത് കേട്ടോ. അതാ ഞാൻ എളുപ്പത്തിൽ എഴുതാൻ പഠിച്ചത്. അപ്പം 7ന്റെ നമുക്ക് പറഞ്ഞു നോക്കാം. 7 ഇട്ടിട്ട് 3 0 അല്ലേ? അപ്പൊ 7ന്റെ ആകുമ്പോൾ നമുക്ക് 7000 എന്ന് കിട്ടും. അപ്പം ഒറ്റ, 10, 100, 1000. 1000ത്തിന്റെ സ്ഥാനത്താണ് 7 കിടക്കുന്നത്. അപ്പം 7 × 1000 ആണ് സത്യത്തിൽ പറഞ്ഞാൽ നമുക്ക് 7000 എന്ന് കിട്ടിയത്. അങ്ങനെയാണ് നമ്മൾ സ്ഥാനവില കണക്കാക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ സംഖ്യകളെ പറ്റി പഠിച്ചു, മുഖവിലയും സ്ഥാനവിലയും പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് പഠിക്കണം. സോ എന്നോടൊപ്പം ഫോളോ ചെയ്ത് പോവുക. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഞാൻ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ അതോട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.